എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്റർനാഷണൽ പിൽഗ്രിം സെൻ്ററായ മലയാറ്റൂരാണ്. യേശുവിൻ്റെ ശിഷ്യനായ സെയിൻറ്റ് തോമസ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നതായും ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചതായിട്ടുള്ള വിശ്വാസമുണ്ട്. ഈ ഒരു കുരിശുമല കയറുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആചാരം. ഈ കുരിശുമല കയറാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് യാത്രയാകാം. ടാറിട്ട ഈ റോട്ടിൽ നിന്ന് ഇനിയും മൊത്തം കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളാണ്. 1 മുതൽ 14 സ്ഥലം വരെയുണ്ട്. അതായത് യേശുവിൻ്റെ പീഡാനുഭവത്തെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. അപ്പം ആ യേശു പോയ വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. മടുത്തു, 1-ാം സ്ഥലം എത്തിയിട്ടില്ല. അങ്ങനെ പോവാണ്. വലിയൊരു മരം നോക്കി, ഇതുവരെ 1-ാം സ്ഥലമായിട്ടില്ല. ഇതുപോലത്തെ പാറക്കൂട്ടങ്ങളാണ്. 1-ാം സ്ഥലം എത്താൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. മോള് മടുത്തോ? മടുത്തോ? ഇനി ഓൺലി 14 പ്ലേസസ്. ഇപ്പം നമ്മൾ 1-ാം സ്ഥലം എത്തി കേട്ടോ. എന്നാ പറ്റി, മടുത്തോ? ശ്വാസം മുട്ടുന്നുണ്ടോ? പ്രായമുള്ള അപ്പന്മാർ വരെ. ഈ കാണുന്നതാണ് 1-ാം സ്ഥലം. അമ്മച്ചേക്ക് ഇറങ്ങും അല്ലേ? എത്ര വയസ്സായി അമ്മച്ചേക്ക്? മടുത്തോ? മടുത്തില്ല, നമ്മളൊക്കെ ഇവിടെ മടുത്ത് 12 വർഷമായിട്ട് കയറുക അല്ലേ? അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമ്മൾ മുകളിലത്തെ പൊന്നിൻകുരിശ് കാണാൻ വേണ്ടി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങുമ്പോൾ ഒരു ചേട്ടനവിടെ തലകറങ്ങി വീണു. അപ്പം പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, താഴോട്ടിറക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാർ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ മല കയറുന്നത് കാടിൻ്റെ നടുവിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കയറി നമ്മൾ 14-ാം സ്ഥലമൊക്കെ ആകുമ്പോൾ ഈ പള്ളി വക സ്റ്റോളുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് നാരങ്ങ വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. അപ്പം ഈ ചേട്ടനെ നമ്മളിപ്പം തല ഇറങ്ങി വീണ ചേട്ടനെ അവർ കുറേ ആൾക്കാർ കൂടി താഴോട്ട് എടുത്തുകൊണ്ട് പോവുകയാണിപ്പോൾ. അങ്ങനെ നമ്മൾ 14-ാം സ്ഥലം എത്തി. 14-ാം സ്ഥലം ഈശോയെ സംസ്കരിക്കുന്നതാണ്. അതായത് ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന മുതൽ ഈശോയെ സംസ്കരിക്കുന്നത് വരെയാണ് ഈ 14 സ്ഥലത്തും ധ്യാനിക്കുന്നത്. നമ്മളിങ്ങനെ അങ്ങ് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറൽ ചെറിയൊരു ടാസ്ക്കാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വലിയ കുരിശൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതെല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കുരിശുകൾ ചുമന്ന് ആൾക്കാർ പാപപരിഹാരത്തിനൊക്കെ ആയിട്ടാണ് മലയാറ്റൂർ മല ചവിട്ടുന്നത്. നമ്മൾ മുകളിലെത്തുമ്പോൾ നമുക്ക് വലിയൊരു നിർവൃതിയാണ്. അങ്ങ് കയറിയ ക്ഷീണമെല്ലാം നമുക്ക് തീരും. ഇതാണ് മാർത്തോമ മണ്ഡപം. ഇവിടെ തോമാസ് ലീഹായുടെ ഒരു രൂപമുണ്ട്. അവിടെ നമുക്ക് നേർച്ചകളും കാഴ്ചകളൊക്കെ നമുക്ക് സമർപ്പിക്കാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പള്ളിമുറിയും കുമ്പസാരിക്കാനുള്ള, അതായത് പാപം ചെയ്ത് മനുഷ്യന് കുമ്പസാരിക്കാനുള്ള, പാപമോചനം നേടാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഓശാന ഞായറാഴ്ചയാണ് നമ്മളവിടെ പോയത്. ഇപ്പം പൊതുഞായറാണ്. ഈ ഞായറാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പെരുന്നാൾ നടക്കുന്നത് ഈ ഞായറാഴ്ചയാണ്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞായറാഴ്ചയാണ് ഞങ്ങളവിടെ ചെന്നത്. അപ്പോൾ അവിടെ കുർബാന കാണാനുള്ള ഒരു സ്ഥലമുണ്ട്. ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. അപ്പം നല്ല ഒരു സുഖമാണ് ഇവിടെ. ചെറിയൊരു കാറ്റത്ത് എല്ലാം ഓപ്പൺ എയറിലൊരു പരിശുദ്ധ കുർബാന കാണുവാനുള്ള അവസരം നമുക്ക് ഭാഗ്യമുണ്ടായി. സകല മതസ്ഥരും ഇവിടെ വരാറുണ്ട്, അനുഗ്രഹങ്ങൾ നേടാറുണ്ട്. അവർ ഒരു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഇതിപ്പം സന്നിധിയാണ്. സന്നിധിയിൽ മാതാവിൻ്റെ മടിയിൽ ഈശോ കിടക്കുന്ന പിയാത്തയുടെ രൂപമാണ്. ഇനി നമ്മൾ കാണുന്നത് ആന കൊത്തിയ പള്ളിയാണ്. 1600 കാലഘട്ടങ്ങളിലൊക്കെ ഇതൊരു ഘോര വനമായിരുന്നു. അപ്പോൾ ആന വന്ന് ഈ പള്ളിയുടെ മതിലിൽ കുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ കുത്തിയ പാടുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മേളിൽ നിന്നുള്ള ഒരു ദൃശ്യം ഒരു നയന മനോഹരമാണ്. ഒരു കുന്നിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഈ അത്ഭുത ഉറവ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് 1-2 കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇത് തോമാസ് ലീഹ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഉറവയാണെന്ന് പറയുന്നത്. പക്ഷേ ആൾക്കാർ നോക്കൂ, ഇതിൽ കോയിനും കുപ്പിയും എല്ലാം ഇട്ടേക്കുന്നു. ഈ പള്ളിയിലാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ തോമാസ് ലീഹായുടെ ഈ രൂപമുള്ളത്. ഇതാണ് മലമുകളിലെ പള്ളി. അവിടെ നമ്മൾ നടന്നു വരുമ്പോൾ അങ്ങകലെ ഇതാണ്ടേ പൊന്നിൻ കുരിശ് കാണുന്നു. പൊന്നിൻ കുരിശ് മുത്തപ്പൂ പൊന്മല കയറ്റം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ കയറുന്നത്. ഈ പൊന്നിൻ കുരിശ് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ വന്ന് പൊന്നിൻ കുരിശെ തൊട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അവിടെ നിന്ന് താഴോട്ട് നടന്നു വരുമ്പോൾ തോമാസ് ലീഹായുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ ഏരിയ നമുക്ക് കാണാം. ഒരു ഗ്ലാസ് ഇട്ട് മറച്ച് വെച്ചേക്കാണ്. നമുക്ക് സൂം ചെയ്യുമ്പോൾ ചിലപ്പം മനസ്സിലാവുമായിരിക്കും. ഇതാണ് യേശുവിൻ്റെ ശിഷ്യനായ തോമാസ് ലീഹയുടെ കാൽപാദങ്ങൾ. ഇനി നമ്മൾ കുരിശുമല ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ആ മുകളിലോട്ട് കൊണ്ടുവന്ന, ആ സ്റ്റാളിലോട്ട് കൊണ്ടുവന്ന സോഡയോ വെള്ളമോ അങ്ങനെ എന്തൊക്കെയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ചുമന്നുകൊണ്ട് പോകുന്നു. നമ്മൾ യേശുവിനെയൊക്കെ ധ്യാനിച്ച് നമ്മൾ കുരിശുമല ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് കുരിശുമല കയറണം. താങ്ക് യു സോ മച്ച്.